ഒരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വേഷത്തിലേക്ക് വരുമ്പോൾ ഉള്ള സന്തോഷം വേറെയാണ്. അത് സെലക്ട് ചെയ്യുമ്പോഴും നല്ല സിനിമയായിരിക്കണം. അത്തരമൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ? ഇല്ല, രതീന ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഇത് പറയണത്. എല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു, ഞാൻ കേട്ടു. ആൻഡ് ഐ സെഡ് എനിക്ക് ഇഷ്ടമായി. ആൻഡ് അതിൻ്റെ മെയിൻ റീസൺ ഒബ്വിയസ്ലി നറേഷൻ, സ്റ്റോറി. അതല്ലാണ്ട് രതീനൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം രതീനൻ്റെ കൂടെ ഫസ്റ്റ് ടൈം അന്നാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞപ്പോഴും അതെനിക്ക് മനസ്സിലായി. ആസ് എൻ ഐ അണ്ടർസ്റ്റുഡ് യുനോ എങ്ങനെയാണ് അവരത് കാണുന്നത്, അല്ലെങ്കിൽ എത്ര പാഷനേറ്റ് ആയിട്ടാണ് അവരത് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള. ആൻഡ് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആൻഡ് ഐ സെഡ് ഓഫ് കോഴ്സ് യുനോ ഐ മീൻ അങ്ങനെ. ആദ്യം എൻ്റെ അടുത്ത് രതീന പറഞ്ഞു ഒന്നും പോയി പറയരുത്, ഡയറക്ടറിന്റെ കൂടെ നല്ല അസലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ഡയറക്ടറാന്ന് മാത്രം പറഞ്ഞാൽ മതി, ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയണ്ട. അതാണ് രതീന എൻ്റെ അടുത്ത് പറഞ്ഞത്. ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയരുത് നീ കേട്ടാ, ഒന്നും പറയാൻ പാടില്ല. അതുവരെ ഓക്കെ. നല്ല ഡയറക്ടറാണെന്ന് അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അങ്ങനെയല്ല, പുള്ളി ചോദ്യം ചോദിക്കാണ്. അപ്പോ ഈ സിനിമയുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? നല്ല ഡയറക്ടർ. ഡയറക്ടർ എന്തായാലും അടിപൊളിയാണ്.